കഴിയുന്നതുപോലെ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളെ പറ്റിക്കാനോ അവരെ വേദനിപ്പിക്കാനോ അവർക്കെതിരെ അപവാദ ശരങ്ങൾ തൊടുക്കാനോ സാധിക്കുകയില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ. ഒരു പാവം ഒരു ഉമ്മ, നഫീസ് ഉമ്മ എന്നാണ് പേര്. ഈ ഉമ്മ മകളോടൊപ്പം മണാലിയിൽ പോയി അവിടുത്തെ മഞ്ഞുകാലം ആസ്വദിച്ച് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് ഭയങ്കര വിവാദമായി. അതിനെതിരെ ഒരു മതപണ്ഡിതൻ ചർച്ചയുമായിട്ട് വന്നു, അവരെ വിമർശിച്ചു കൊണ്ടുവന്നു. അവർ വളരെ സന്തോഷത്തോടെ വിളിക്കുന്ന പേരുകളൊക്കെ ശ്രദ്ധിച്ചോ? എല്ലാം സ്വന്തം സമുദായത്തിൽപ്പെട്ട കൂട്ടുകാരികൾ തന്നെയാണ്. സുഹ്റ, അങ്ങനെ എന്തൊക്കെയോ പേരുകളാണ് ആ അമ്മ അതിൽ വിളിക്കുന്നത്. വളരെ സന്തോഷം തോന്നി ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ. കാരണം ഇത്രമാത്രം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇത്രയധികം സ്ത്രീകൾ കെട്ടുറപ്പുള്ള വീട്ടിനകത്ത് അടച്ചുമൂടി ഇരിക്കുന്ന ഒരു സമുദായത്തിലാണല്ലോ, അതിൽ നിന്ന് പുറത്തു വരുന്ന സന്തോഷമാണല്ലോ ഈ അമ്മ പ്രകടിപ്പിക്കുന്നത്. അതുപോലെ എല്ലാവരും വരട്ടെ, ആ അമ്മ വിളിച്ചവരെല്ലാവരും വരട്ടെ എന്നൊക്കെ ആ ദൃശ്യം കണ്ടപ്പോൾ തോന്നി. പക്ഷേ അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ, അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. കാരണം ഇവരെ, ഈ വിഭാഗത്തിൽപ്പെട്ട ഈ സ്ത്രീകളെ ഇത്രമാത്രം ചങ്ങലയ്ക്കുള്ളിലിടുന്നത് ആ സമുദായത്തിലെ പുരുഷന്മാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ സമൂഹം അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ അവരിപ്പോഴും ആ ഒരു നിർബന്ധ ബുദ്ധി വിടാതെ അതിൽ തന്നെ തുടരുന്നു എന്നതാണ് വളരെയധികം വിഷമം. ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ തുടങ്ങി ശക്തമായ ചോദ്യമാണ് നഫീസ് ഉമ്മയുടെ മകൾ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തെ തുടർന്ന് ഉയർത്തിയത്. ഉമ്മയുടെ കണ്ണീരിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരൂ എന്നും മകൾ ജിഫ്ന പറയുന്നുണ്ട്. മണാലിയിൽ മകൾക്കൊപ്പം ടൂർ പോയ നഫീസ് ഉമ്മയുടെ യാത്രയും റീലും ആഴ്ചകൾക്ക് മുമ്പേ വൈറലായതാണ്. അതിന് പിന്നാലെയാണ് അധിക്ഷേപിച്ച് സഖാഫി എത്തിയത്. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ചൊരു വല്യുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിക്റും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞുവാരി ഇങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നൊക്കെയായിരുന്നു വാക്കുകൾ. എന്തായാലും അതിനെ തുടർന്ന് കേട്ട മറ്റൊരു വാർത്ത, അതായത് നമുക്കറിയാം പി വി സുഹ്റ പലപ്പോഴും ഈ സമുദായത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കൽ തട്ടമഴിച്ചു വരെ പ്രതിഷേധിച്ചതാണ് പി വി സുഹ്റ സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ. അപ്പോൾ ആ പി വി സുഹ്റ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ്, മുസ്ലിം വ്യക്തി നിയമത്തിന്റെ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഫെബ്രുവരി 23-ാം തീയതിയോ മറ്റോ ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 23-ാം തീയതിയോ മറ്റോ ആണ് പാർലമെന്റിൽ അത്തരത്തിലൊരു സമരമിരിക്കാൻ പി വി സുഹ്റ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ശരിക്കും തങ്ങളുടെ സമൂഹത്തിലെ, തങ്ങളുടെ മതവിഭാഗത്തിലുള്ള ഈ കെട്ടുകളെ, ആ കെട്ടുകളിൽ ശ്വാസം മുട്ടി തന്നെ കഴിയുകയാണ് അവിടുത്തെ സ്ത്രീകൾ. അതിനി അവരെ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും വിചാരിച്ചാലേ സാധിക്കും. അപ്പോൾ അത് നിയമത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് നഫീസ് ഉമ്മയുടെ കുടുംബത്തിൻ്റെ സമാധാനമാണ്. എന്തിനു വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണോ അയാൾ അത് ചെയ്തത് എന്ന് തനിക്കറിയില്ല എന്ന് മകൾ പറയുന്നു. അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമാധാനം പറഞ്ഞു തരൂ. എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. അത് തന്നെയാണ് സത്യം. ഒരാളും ജീവിക്കുന്നതിന് ഇതാണ് എൻ്റെ ശരി, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ വിമർശിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇവരെ ഈ മറ്റുള്ളവരെ, അതായത് ഈ മതപണ്ഡിതനെ പിന്തുണയ്ക്കുന്നവർക്ക് എന്താണ് കിട്ടിയത് എന്നും മകൾ ചോദിക്കുന്നു. ഉസ്താദ് പറയുന്ന ഒരു കാര്യം, അതായത് 25 വർഷമായി ഭർത്താവ് മരണപ്പെട്ട വലിയമ്മയ്ക്ക് ഏതെങ്കിലും മൂലക്കിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ പോരെ എന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? അതാണ് ആ സമുദായത്തിലുള്ള ചില പ്രത്യേക ആചാരങ്ങൾ. ഒരു വിധവയായി കഴിഞ്ഞാൽ പിന്നീട് വീട്ടിന് പുറത്ത് ഇറങ്ങാൻ പാടില്ല, ഇതൊന്നും ആസ്വദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹജ്ജിന് ഒറ്റയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെ ശരിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുത്തലാഖ് നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു വിജയം. അപ്പോഴാണ് ഇപ്പോൾ പി വി സുഹ്റയുടെ ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി പി വി സുഹ്റ മുന്നോട്ട് വരുന്നത്. കാരണം സർക്കാരിൻ്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്
PV സുഹ്റ മനസ്സിലാക്കുന്നു. കാരണം പലപ്പോഴും PV സുഹ്റ വാക്കുകൾ കൊണ്ടും അല്ലാതെയും ഒക്കെ അപമാനിതയായ ഒരു സ്ത്രീയാണ്. എന്തായാലും മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കാത്തതിനാൽ മുസ്ലിം സ്ത്രീകളും കുഞ്ഞുങ്ങളും കടുത്ത ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് എഴുത്തുകാരും നിസ പ്രസിഡന്റുമായ സുഹ്റ പറയുന്നത്. നിലവിലെ നിയമം മുസ്ലിം സ്ത്രീ അവകാശങ്ങളുടെ അന്തകരായി മാറിയിരിക്കുന്നു. മുസ്ലിം പിന്തുടർച്ചാ അവകാശ നിയമത്തിന്റെ ക്രൂരമായ വസ്തുതകൾ ഇനിയും തുടരേണ്ടതുണ്ടോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണമെന്നാണ് സുഹ്റ പറയുന്നത്. ഭർത്താവ് മരിച്ചാൽ തെരുവിലിറങ്ങേണ്ടി വരുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. അവരെക്കുറിച്ച് ആർക്കും വേവലാതിയില്ല. ഏകദേശം രാജ്യത്തെ 9 കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീർ കാണാതെ പോകരുത് എന്നാണ് സുഹ്റ പറയുന്നത്. എന്തായാലും സുഹ്റയുടെ ഈ ഒരു തീരുമാനം പുറത്തു വരുന്നതും അതുപോലെ തന്നെ നഫീസ് ഉമ്മയെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഏതാണ്ട് ഒരേ സമയത്താണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വെളിവ് ഉണ്ടാകട്ടെ. ഈ സമുദായത്തിൽപ്പെട്ട വലിയവരെന്ന് നടിച്ചു നടക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് നടിച്ചു നടക്കുന്നവരുടെ ഉള്ളിൽ വെളിവുണ്ടാകട്ടെ. സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കട്ടെ എന്ന് തന്നെ സമൂഹം വിലയിരുത്തുകയാണ്. എന്തായാലും വളരെയധികം അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺ സമൂഹം തന്നെ ഈ സമുദായത്തിനുള്ളിൽ ഉണ്ട് എന്നത് പലപ്പോഴായി പല വാർത്തകളിലായി പല വിഷയങ്ങളിലായി ലോകം അറിഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇനിയെങ്കിലും അതിൽ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.